ഹായ്, ഞാൻ സുബിൻ വി ആർ, ചാർട്ടേഡ് അക്കൗണ്ടന്റ്. ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ 87A പ്രകാരം 25,000 രൂപയുടെ റിബേറ്റ് 7 ലക്ഷം രൂപയിൽ താഴെയാണ് നിങ്ങളുടെ വരുമാനമെങ്കിൽ നിങ്ങൾ ന്യൂ ടാക്സ് റെജീമാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ 25,000 രൂപയുടെ റിബേറ്റിന് നിങ്ങൾ എലിജിബിൾ ആണ്. പക്ഷേ ഈ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉള്ള ഒരാളാണ് എന്ന് കരുതുക. അതായത് സെക്ഷൻ 111A ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉള്ള ആളുകൾ, വളരെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതായത് നമ്മൾ ഷെയർസ്, സ്റ്റോക്സ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അതിൽ ക്യാപിറ്റൽ ഗെയിൻ വരുന്ന ഒരു സെക്ഷനാണ് 111A എന്ന് പറയുന്ന സെക്ഷൻ. അപ്പോൾ ഈ 111A നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട് എങ്കിൽ ഈ 25,000 രൂപയുടെ റിബേറ്റിന് എലിജിബിൾ ആണോ എന്നുള്ളത് കുറച്ച് നാളായിട്ടുള്ള ഒരു തർക്ക വിഷയമായിരുന്നു. അപ്പോൾ ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ ജൂലൈ 5 വരെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ പോർട്ടലിൽ തന്നെ റിട്ടേൺ ഫയൽ ചെയ്ത എല്ലാവർക്കും ഈ 87A പ്രകാരമുള്ള റിബേറ്റ് എലിജിബിൾ ആയിരുന്നു. അതായത് ഇൻകം ടാക്സ് യൂട്ടിലിറ്റിയിൽ റിട്ടേൺ ഫയൽ ചെയ്ത ആളുകൾക്ക് തന്നെ ഇത് എലിജിബിൾ ആയിരുന്നു. പെട്ടെന്ന് ജൂലൈ 5 മുതൽ യൂട്ടിലിറ്റി റിവൈസ് ചെയ്തപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ഈ ഒരു എലിജിബിലിറ്റി എടുത്ത് കളഞ്ഞു. അതായത് നിങ്ങൾക്ക് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ, അതായത് ഷെയർസിൽ നിന്ന് നിങ്ങൾക്ക് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട് എന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 15% കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ അതിന്റെ ടാക്സ് റേറ്റ് വന്നിരുന്നത്. അപ്പോൾ എൻറ്റയർലി ഈ സ്പെഷ്യൽ റേറ്റിലുള്ള ടാക്സ് എന്നുള്ളൊരു കൺസിഡറേഷൻ വെച്ചുകൊണ്ട് ഈ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനിനെ ഇത് 87A റിബേറ്റ് നിന്ന് ഒഴിവാക്കുകയുണ്ടായി. അപ്പോൾ ഇത് വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കി. കൺഫ്യൂഷൻ എന്നുള്ള ഇതൊരു ഇൻജസ്റ്റിസ് ഉണ്ടാക്കി എന്ന് തന്നെ പറയാം. കാരണം സെക്ഷനിൽ ഇൻകം ടാക്സ് ആക്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലെയിൻ റീഡിങ്ങിൽ ഒരു സ്ഥലത്തും ഇങ്ങനെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനിന് ഇത് 87A റിബേറ്റ് ഇന്നെലിജിബിൾ ആണെന്ന് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. അപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻസ് അസോസിയേഷൻസ് തന്നെ ഒരുപാട് റെപ്രസെന്റേഷൻ ഈ ഒരു കാര്യത്തിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്ത് കൊടുക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിന് ശേഷം എന്ത് സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ആളുകൾക്ക് ഇതിന്റെ ഇൻകം ടാക്സ് റിട്ടേൺ പ്രോസസ് ചെയ്തപ്പോൾ, അതായത് 143(1) വന്ന് പ്രോസസ് ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഡിമാൻഡ് വന്നു എന്നർത്ഥം. അതായത് ഇപ്പോൾ ഒരാൾക്ക് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ മാത്രമാണ് ഉള്ളത്. അപ്പോൾ 7 ലക്ഷം രൂപയിൽ താഴെയാണ് വരുമാനം. അപ്പോൾ ആൾക്ക് ടാക്സ് വരുന്നു, പക്ഷേ 7 ലക്ഷം രൂപയിൽ താഴെ ആയതുകൊണ്ട് 25,000 രൂപയുടെ വരെ റിബേറ്റിന് ആൾ എലിജിബിൾ ആണ്. അപ്പോൾ അദ്ദേഹം ചിലപ്പോൾ റിബേറ്റ് എലിജിബിൾ ആണ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ചിലപ്പോൾ റിട്ടേൺ ഫയൽ ചെയ്തത്. അല്ലെങ്കിൽ ജൂലൈ 5 മുമ്പ് ഫയൽ ചെയ്ത ആൾക്ക് ഡിപ്പാർട്ട്മെന്റ് തന്നെ റിബേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന്റെ റിട്ടേൺ പ്രോസസ് ചെയ്യുമ്പോൾ 143(1) പ്രകാരം പ്രോസസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഡിപ്പാർട്ട്മെന്റ് ഇത് ഇന്നെലിജിബിൾ ആണ് എന്ന് പറഞ്ഞിട്ട് ഈ 25,000 രൂപ ടാക്സ് ഡിമാൻഡ് ആയിട്ട് ഇടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ ഈ ലാസ്റ്റ് ഇയർ, അതായത് അസസ്മെന്റ് ഇയർ 2024-25 റിട്ടേൺ പ്രോസസ് ചെയ്തപ്പോൾ, പ്രത്യേകിച്ച് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉള്ള ആളുകൾക്കൊക്കെ ഇങ്ങനെ ഡിമാൻഡ് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ നമ്മുടെ ക്ലയൻസ് ആയാലും ഒരുപാട് പേര് നമ്മളെ വിളിച്ചു ചോദിച്ചിരുന്നു ഇനിയിപ്പോൾ എന്താണ് പ്രൊസീഡ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ചെറിയ ഒരു റിലാക്സേഷൻ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് അഹമ്മദാബാദിലുള്ള ഒരു കക്ഷി ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഈ ഓർഡറിനെതിരെ, അതായത് 143(1) വന്ന് ഡിമാൻഡ് അടയ്ക്കണം എന്നുള്ള ഒരു ഓർഡറിനെതിരെ അപ്പീൽ ഫയൽ ചെയ്തു. ആ അപ്പീൽ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് അപ്പീൽസ് കൺസിഡർ ചെയ്തുകൊണ്ട് അത് ഓർഡർ ആക്കിയപ്പോൾ അത് അലൗ ചെയ്തുകൊണ്ടാണ് അത് ഓർഡർ ആക്കിയത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം അത് ഡിനൈ ചെയ്യാനുള്ള സാഹചര്യങ്ങളൊന്നും കാണാനില്ല. അതുകൊണ്ട് അപ്പീൽ ഈസ് അലൗഡ്. അതായത് അവർക്ക് 87A പ്രകാരം ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനിന് ആ റിബേറ്റ് എലിജിബിൾ ആണ് എന്നാണ് അപ്പീൽ കമ്മീഷണറുടെ ഒപ്പീനിയൻ വന്നത്. പക്ഷെ അതിൽ ചെറിയ ഒരു മാറ്റർ ഉള്ളത്, അത് ഒരു കംപ്ലീറ്റ് ഓർഡർ ആയിട്ടല്ല വന്നേക്കുന്നത്. അപ്പീൽ കമ്മീഷണർ അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ പറഞ്ഞുകൊണ്ട്, അതായത് ഇത് എലിജിബിൾ ഫോർ 87A റിബേറ്റ് ആണ്, ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഇത് ഈ ഒരു റിബേറ്റ് ഡിനേ ചെയ്യാനായിട്ട് വേറെ പ്രൊവിഷൻസ് ഒന്നും കാണുന്നില്ല. പക്ഷേ കൺസിഡറിംഗ് ദ പാർട്ട് ഓഫ് റവന്യൂ, അതായത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കൂടി ഒരു ഒപ്പീനിയൻ അറിയണം എന്നുള്ള ഒരു ആംഗിളിൽ അത് ജൂറിസ്ഡിക്ഷണൽ അസസിംഗ് ഓഫീസർക്ക്, അതായത് ഏത് ഓഫീസറാണോ അത് പ്രോസസ് ചെയ്യാനായിട്ട് ഉള്ള ഒരു ജൂറിസ്ഡിക്ഷൻ ഉള്ളത്, ആ ഓഫീസറുടെ അടുത്ത് അത് തിരിച്ചയച്ചേക്കാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു റിട്ടേൺ നിങ്ങൾ നോക്കി കഴിഞ്ഞിട്ട് കറക്റ്റ് ആയിട്ട് പ്രോസസ് ചെയ്ത് അതിന്റെ എലിജിബിലിറ്റി എങ്ങനെയാണോ അതേപോലെ അത് ഡിസ്പേഴ്സ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അത് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഓർഡറിന്റെ ലാസ്റ്റ് പാരഗ്രാഫ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ആ ഓർഡർ പറയുന്നത്. 1,88,260 രൂപയാണ് അതിൽ സ്പെഷ്യൽ റേറ്റിൽ, അതായത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടുണ്ടായിരുന്നത്. ദ റെസ്ട്രിക്ഷൻ മെയ്ഡ് ബൈ ദ CPC വിത്ത് റെസ്പെക്ട് ടു ദ റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A ഓഫ് ദ ഇൻകം ടാക്സ് ആക്ട് is found to be not correct in the light of appellant's detailed argument. പക്ഷെ അത് മാത്രമല്ല, however, keeping in mind the principle of natural justice as well as the interest of revenue, the jurisdictional assessing officer is directed to verify the allowability of claim made by the appellant in the return of income filed by her for the assessment year 2024-25
towards the rebate under section 87A of the act as per the provisions of law and allow the same accordingly എന്ന് പറഞ്ഞിരിക്കുന്നത്. Thus, all the grounds raised by the appellant in present appeal are treated as allowed subject to the discussion held herein before. അപ്പോൾ ജനറലി അപ്പീൽ അലൗ ചെയ്തു എന്നുള്ള ഒരു ആംഗിളിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഓർഡർ വന്നിരിക്കുന്നത് ഈ ജൂറിസ്ഡിക്ഷണൽ അസസിംഗ് ഓഫീസർ ഇത് കൺസിഡർ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ അസസ്മെന്റ് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അപ്പീൽ കമ്മീഷണർ വളരെ ക്ലിയർ ആയിട്ട് ആ ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യൂ പറഞ്ഞിട്ടുണ്ട് ഇത് അലൗ ചെയ്യണം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻകം ടാക്സ് ആക്ടിൽ മറ്റു ഒരു സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും ഇത് ഡിനേ ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഒന്നും ഇപ്പൊ പ്രസന്റ്ലി അവൈലബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജൂറിസ്ഡിക്ഷണൽ അസസിംഗ് ഓഫീസർ കമ്മീഷൻ ഓഫ് ഇൻകം ടാക്സ് ഏത് സ്റ്റാൻഡാണോ എടുത്തിരിക്കുന്നത് ആ ഒരു സ്റ്റാൻഡ് തന്നെ എടുക്കാനായിട്ടാണ് ഒരു 95% സാധ്യതയുള്ളത്. കാരണം അത് ഡിനേ ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഒന്നും ഇൻകം ടാക്സ് ആക്ടിൽ സ്പെസിഫിക്കലി അവൈലബിൾ അല്ല. അപ്പോൾ ഇത് വളരെ ഫേവറബിൾ ആയിട്ടുള്ള, അപ്പോൾ ഈ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആളുകൾക്ക് ഡിമാൻഡ് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വളരെ റിലാക്സിംഗ് ആയിട്ടുള്ള ഒരു ഓർഡർ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ അത്യാവശ്യം നല്ല ഒരു എമൗണ്ട് ഇപ്പൊ സേ 20,000 അല്ലെങ്കിൽ 25,000 ഒക്കെ ഇതുപോലെ നിങ്ങൾക്ക് ഡിമാൻഡ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രിഫറബിളി നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും, നിങ്ങൾക്ക് ഒരു അപ്പീൽ ഫയൽ ചെയ്യാനായിട്ട് കഴിയും. ഓൾറെഡി അസസിക്ക് ഫേവർ ആയിട്ടുള്ള ഒരു ഓർഡർ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫേവർ ആയിട്ടുള്ള ഒരു ഓർഡർ ലഭിക്കാനാണ് അതിൽ പരമാവധി സാധ്യതകൾ ഉള്ളത്. അപ്പോൾ വലിയ എമൗണ്ടുകളൊക്കെ ഡിമാൻഡ് ഉള്ള ആളുകൾക്ക് ഇതുപോലെ ഒരു അപ്പീൽ ഫയൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ അപ്പീലിന് പോവാതെ ഓൾറെഡി ഈ പൈസ അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ചില ആളുകൾക്ക് ചിലപ്പോൾ ഓൾറെഡി പൈസ അടച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു സ്പെസിഫിക് ആയിട്ട് ആ അപ്പീൽ ഫയൽ ചെയ്ത ആൾക്കും വേണ്ടി മാത്രമുള്ള ഒരു ഓർഡർ ആണ്. അപ്പോൾ ഇത് ഒരു ജനറൽ ഓർഡർ ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ ഓൾറെഡി പൈസ അടച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓർഡറിന്റെ ബേസിൽ നിങ്ങൾക്ക് അത് റീഫണ്ട് ആയിട്ട് വരില്ല. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും പർട്ടിക്കുലർലി നിങ്ങൾക്കൊരു റീഫണ്ട് ക്ലെയിം ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു റീഫണ്ട് ക്ലെയിമിന് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു അപ്പീലിന് ഫയൽ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇതുപോലെ ഓർഡർ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പൈസ അടയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഒരു അപ്പീൽ ഫയൽ ചെയ്യാവുന്നതാണ്. മോസ്റ്റ് പ്രോബബിലി നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഡിസിഷൻ വരാനാണ് സാധ്യതയുള്ളത്. ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വീഡിയോസ് ഉള്ളത് നമ്മുടെ ചാനലിലാണ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഈ ഡിസ്കസ് ചെയ്തതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനലിന്റെ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിലേക്ക് മെസ്സേജ് അയക്കാം. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.